ഹലോ ഗൈസ്, ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഇന്ന് ഓഫീസ് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കഴിക്കാൻ പോയാലോ എന്നുള്ള ചർച്ചയിലായിരുന്നു. അവസാനം സ്വീറ്റായിട്ടുള്ള എന്തെങ്കിലും കഴിക്കാമെന്നാണ് തീരുമാനത്തിലെത്തിയത്. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു സ്വീറ്റ് കഴിക്കാനാണെങ്കിൽ നമുക്ക് ജൂബറിയിൽ തന്നെ പോകാമല്ലേ. കാരണം അവിടുത്തെ ബന്നൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്, പിന്നെ ഒരുപാട് വെറൈറ്റീസും ഉണ്ട്. അങ്ങനെ ഏകദേശം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ അവർ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ആക്കിയിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ നേരെ അവിടെ പോയി അവിടുന്ന് ഞങ്ങൾ 2 ടൈപ്പ് ഓഫ് ബൻസാണ് ഓർഡർ ചെയ്തത്. ഒന്നെന്ന് പറയുന്നത് അവരുടെ സ്പെഷ്യൽ ഐറ്റമായ ജൂബറി കോഫി ബൻ, രണ്ടാമത്തേത് കാരമൽ ക്രീം ബൻ. ഇത് രണ്ടാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അതിൽ എനിക്കിഷ്ടപ്പെട്ട ഫ്ലേവർ എന്ന് പറയുന്നത് കാരമൽ ക്രീം ബന്നാണ്. എന്നാൽ ഇവക്ക് ഇഷ്ടപ്പെട്ടതോ ഈ കോഫി ബന്നാണ് ഇഷ്ടപ്പെട്ടത്. ശരിയായിരിക്കില്ലേ? ഓരോരുത്തർക്കും ഓരോ ഫ്ലേവർ, അതൊക്കെ ഓരോ ടേസ്റ്റ്, അതൊക്കെ വ്യത്യസ്തമായിട്ടുള്ളതായിരിക്കും. ഇവക്ക് എന്തായാലും ഇത് നല്ല ഇഷ്ടമായി. ഇത് കൊണ്ടുവന്ന് വെച്ചതും ഇവൾ ട്രൈ ചെയ്യാനായിട്ടും തുടങ്ങി. ഇത് ശരിക്കും ഉള്ളിൽ നല്ല മിൽക്കും ക്രീമും ഒക്കെ ആയിട്ട് പുറത്ത് ഫുൾ ഒരു കോഫി ടെക്സ്റ്ററൊക്കെ കൊടുത്തിട്ട് നല്ല രസമുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. പക്ഷേ കുറച്ച് ചെറിയൊരു ഹാർഡായിട്ടാണ് ഇത് ഉണ്ടായിരുന്നത്. പക്ഷേ എങ്കിലും രസമുണ്ടായിരുന്നു. ഇവക്കത് നല്ല ഇഷ്ടമായിട്ടോ. അതിൻ്റെ ആ ഹാർഡ്നെസ്സും പുറത്തിട്ട് ആ ചോക്ലേറ്റ് കോഫി ടേസ്റ്റും അതെല്ലാം ഇവക്ക് നല്ല ഇഷ്ടമായി. എന്നാൽ എനിക്കിഷ്ടമായത് എൻ്റെ ഫേവറേറ്റായി മാറിയ ഈ ഒരു പെന്നാണ്, കാരമൽ ക്രീം പെന്ന്. ഇത് ശരിക്കും ഭയങ്കര സോഫ്റ്റാണ്. മറ്റേ പെന്നിനേക്കാളും ഒരുപാട് സോഫ്റ്റായിട്ടുള്ളൊരൈറ്റം. ഇതിനകത്ത് നിറയെ മിൽക്കും ക്രീമും ബട്ടറും ക്യാരമലും ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മളൊന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അത് ഫുള്ളങ്ങ് മെൽറ്റായി പോകുന്ന രീതിയിലായിരുന്നു ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല സ്വീറ്റായിട്ടുണ്ട്. എനിക്ക് ശരിക്കും ഇഷ്ടമായി കേട്ടോ. ഈ മധുരം ഇഷ്ടമുള്ള ആൾക്കാർക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനം തന്നെയായിരിക്കും ഇവരുടെ ഈ ബൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് കേട്ടോ ഇവരുടെ ആ ഒരു സെറ്റപ്പ്, ആ ഒരു അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറയുന്നത്. ശരിക്കും നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, അതുപോലെ നല്ല കാമായിട്ടിരുന്ന് ഇതേപോലെ ഈവനിങ്ങിലൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ പറ്റിയ അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു. അതിൻ്റെ കൂടെ ഈ സ്വീറ്റും കൂടി ആകുമ്പോൾ ശരിക്കും അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് രണ്ടാളും കഴിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് തുടങ്ങി. അതിന് തന്നെ കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് പിന്നെ നേരെ പോകാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ പിന്നെ കാണാം. ഓക്കെ, ബൈ ബൈ.